ഹായ് കുട്ടിമണീസ്. അപ്പോൾ ദേ ഇന്ന് വന്നിരിക്കുന്നത് അടുത്തൊരു സ്റ്റിച്ചിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്കൂളൊക്കെ തുറന്ന് സ്കൂളിലേക്കുള്ള കാര്യങ്ങളുടെ ഒക്കെ തിരക്കിലായിരിക്കും. അതിൻ്റെ ഇടയിൽ ക്രോഷ്യ ചെയ്യാനും ഇൻട്രസ്റ്റ് ഉള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയ സമയത്തും ഇഷ്ടം പോലെ കളേഴ്സ് നൂലും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ഇന്ന് അടുത്തൊരു സ്റ്റിച്ച് നമുക്ക് നോക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഡബിൾ ക്രോഷ്യക്ക് നമ്മൾ ആദ്യത്തെ 3 ചെയിൻ സ്കിപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ സിംഗിൾ ക്രോഷ്യക്ക് ആദ്യത്തെ 1 ചെയിൻ സ്കിപ്പ് ചെയ്യും. ഹാഫ് ഡബിൾ ക്രോഷ്യക്ക് നമ്മൾ ആദ്യത്തെ 2 ചെയിൻ സ്കിപ്പ് ചെയ്യുമ്പോൾ ഡബിൾ ക്രോഷ്യയിൽ നമ്മൾ എന്ത് ചെയ്യണം, 3 ചെയിൻ സ്കിപ്പ് ചെയ്യണം. നമ്മളിതൊക്കെ ഒരു നോട്ടാക്കി വെക്കാം കേട്ടോ. എന്നിട്ട് 3 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ ഹുക്കിലേക്ക് യാണൊന്ന് ചുറ്റിക്കൊടുക്കുക. ഇതുപോലെ ഒന്ന് ചുറ്റിക്കൊടുക്കുക. അടുത്ത ചെയിൻ്റെ ഉള്ളിലേക്ക് പോവുക. 4ാമത്തെ ചെയിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് പുറത്തേക്ക് എടുക്കുക. ആദ്യത്തെ 2 ലൂപ്പ് പുറത്തേക്ക് എടുക്കുക. ഒന്നുകൂടെ ചുറ്റിയിട്ട് അടുത്ത 2 ലൂപ്പും കൂടെ പുറത്തേക്ക് എടുക്കുക കേട്ടോ. ഇതുപോലെ നമുക്ക് എല്ലാ ചെയിനിലും ചെയ്ത് കൊടുക്കാം. തുടക്കത്തിൽ മാത്രമേ നമ്മൾ 3 ചെയിൻ സ്കിപ്പ് ചെയ്യുന്നുള്ളൂ. ആ 3 ചെയിനാണെങ്കിൽ നമ്മളൊരു DC ആയിട്ട് കണക്കാക്കുകയും ചെയ്യും, അതായത് ഡബിൾ ക്രോഷ്യ ആയിട്ട് കണക്കാക്കുകയും ചെയ്യും കേട്ടോ. പിന്നീട് നമ്മൾ ഒരു ചെയിൻ പോലും സ്കിപ്പ് ചെയ്യാതെ ബാക്കി എല്ലാ ചെയിനിലും നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തതുപോലെ തന്നെ ലാസ്റ്റത്തെ സ്ലിപ്പ് നോട്ടിൽ നമ്മൾ ഫസ്റ്റ് ഇടുന്ന സ്ലിപ്പ് നോട്ട്, ആ സ്ലിപ്പ് നോട്ടിൽ വരെ നമ്മൾ ഫിനിഷിംഗ് പോയിന്റിൽ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ടോട്ടൽ ഞാനൊരു 20 ചെയിൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. 20 ചെയിനിൽ ഞാൻ 3 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി 16 ചെയിനിലും നമ്മൾ DC ഇട്ട് കൊടുക്കും. നമ്മളൊരു എന്തെങ്കിലുമൊക്കെ മെറ്റീരിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ പൗച്ചോ ബാഗോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ എണ്ണിയൊക്കെ ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ചെയിൻ പോലും സ്കിപ്പ് ആവില്ല കേട്ടോ. ചെയിൻ സ്കിപ്പായിട്ടുണ്ടെങ്കിൽ അതിൽ വേരിയേഷൻസ് കാണിക്കും കേട്ടോ. പിന്നെ ഇനി അടുത്തത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ 3 ചെയിൻ സ്കിപ്പ് ചെയ്തപ്പോൾ ഇവിടെ 3 ചെയിൻ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ടേൺ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുവരെ ചെയ്ത കാര്യങ്ങൾ തന്നെ പിന്നെയും ചെയ്ത് കൊടുക്കാം. ഇനി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചെയിൻ മുഴുവനായിട്ട് എടുക്കാൻ ശ്രമിക്കുക, അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ഓരോ ചെയിനിലും അതിൻ്റെ ഒരു വലിവും തിരിവൊക്കെ കാണും. അപ്പോൾ ഒരു ചെയിനും സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റത്തെ ആ ഫിനിഷിങ് പോയിന്റിലുള്ള നമ്മൾ സ്കിപ്പ് ചെയ്യുന്ന 3 ചെയിനിൽ അതുകൂടെ ഉൾപ്പെടുത്തിയിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ഈ ഒരു DC ഇവിടെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ഇവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെങ്കിൽ നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. നിങ്ങൾക്ക് ഈ സ്റ്റിച്ച് കൊണ്ട് നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അതും നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ എൻ്റെ വീഡിയോ. ഞാൻ അടുത്തൊരു സ്റ്റിച്ചിലൂടെ അടുത്തൊരു ക്ലാസ്സിലൂടെ നമുക്ക് കാണാം. ബൈ.